ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പുതിയൊരു വീഡിയോ ആണ്. ദേ കണ്ടോ, താറാവ് മപ്പാസ്. ഇത് വെച്ച് ഇന്ന് നമുക്കൊരു അടിപൊളി മപ്പാസ് ഉണ്ടാക്കാം. ഇതിനുള്ള സാധനങ്ങൾ എടുക്കാം. അപ്പം ഇത് നമ്മൾ കുക്കറിലേക്ക് ഇടുവാണ്. ഞാനും ചേച്ചിയും കൂടെയാണ് താറാവ് മപ്പാസ് ഉണ്ടാക്കുന്നത്. കുറച്ച് കരിവേപ്പില ഇട്ടു, പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂൺ ഇട്ടു, കുരുമുളക് പൊടി ഒരു സ്പൂണ്, ഒരു സ്പൂണ് നിറയാത്തതുകൊണ്ട് കുറച്ചുകൂടി എടുത്തിട്ട്, കുറച്ച് എന്തേലും ഉണ്ടാവും, 2 സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് മിക്സ് ചെയ്യാം. കുക്കറിൽ ഒരു 3-4 വിസിൽ അടിക്കണം. ഒരു 4 വിസിൽ അടിക്കണം. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മപ്പാസ് വെക്കാമെന്ന് വിചാരിച്ചു. താറാവ് അപ്പം നമ്മൾ ഇതൊക്കെ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിൽ ഒരു 4-5 വിസിലടിച്ച് വരാം. അപ്പോൾ നമ്മൾ താറാവ് കുക്കറിൽ വെന്തിട്ടുണ്ട്. തുറന്നു നോക്കാം. നല്ല വെള്ളമൊക്കെ പറ്റി നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇത് ചട്ടി അടുപ്പിൽ വെക്കാം. ഇതിന് മസാല തയ്യാറാക്കാൻ. അപ്പോൾ ഇതിന് മസാല തയ്യാറാക്കാൻ വേണ്ടി നമ്മളൊരു ചട്ടി തീ വെച്ചിട്ടുണ്ട്. അതിൽ നേരത്തെ ഉള്ളി വറുത്ത ചട്ടിയാണ്. അതിലേക്ക് എന്ത് സാധനം, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്. അപ്പോൾ നമ്മുടെ താറാവ് എത്ര കിലോയായിരുന്നു? 3,200 അതിനുള്ള സാധനങ്ങളാണ് തയ്യാറാക്കുന്നത്. നമ്മൾ മുറിച്ച് തൊലിയൊക്കെ കളഞ്ഞ് കൊണ്ടുവന്നതാണ്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടു. ഇനി അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക് ഇട്ട്, കരിവേപ്പില എത്രയുണ്ടാവും, ഒരു 10 പച്ചമുളക്, 15 പച്ചമുളക്, കുറച്ച് കരിവേപ്പില, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 10 എണ്ണം. അളവ് പറയണ്ടേ. ഇനി ഇത് ചെറിയ മാതിരി പച്ചയൊക്കെ മാറി ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ പച്ചമുളകും കരിവേപ്പിലയും വെളുത്തുള്ളി എല്ലാം വഴന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മളൊരു എത്ര വെളുത്തുള്ളിയാ, 4 സവോള, വലിയ 4 സവോള എടുക്കുവാണ്. അതും കൂടെ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പം നമ്മളുടെ ഉള്ളിയൊക്കെ ഇതാ നല്ല വഴന്ന് നല്ല മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കണം. അടിപൊളി കറിയാണ്. എല്ലാവരും വെച്ച് നോക്കണം. എന്നിട്ട് ലൈക്കും കമൻറ്റൊക്കെ തരണം. സൂപ്പറാണോ എന്ന് പറയണേ. ഒരു അരപ്പൊക്കെ കേൾക്കുന്ന ഗ്യാസിൻ്റെ അരപ്പാണ്. ഗ്യാസ് തീരാനായിട്ടുണ്ട്. അപ്പോൾ അതിന് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം
ഇതെല്ലാം കൂടെ ഇട്ട് ഒന്നും കൂടെ ഇളക്കുന്നുണ്ട്. വഴനയിലെന്നല്ലേ പറയുന്നത്? പല ഇത് പറയലുണ്ട്. ഇത് 4 ഏലക്കായാണേ, ഒരു കുഞ്ഞു കഷ്ണം കറുവപ്പട്ട. ഇതിന് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ കൂട്ടി മല്ലിപ്പൊടി 2 സ്പൂണ് മല്ലിപ്പൊടി, ഇനി കുരുമുളക് പൊടി, കുരുമുളകല്ലേ പെരുംജീരകമാണ്, 1 സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് കുരുമുളക് പൊടി, 2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇടുന്നില്ല, അതുകൊണ്ടാണ് 2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ടത്. ഇനി 1/2 സ്പൂൺ ഗരം മസാല പൊടി ഇവിടെ ഇട്ട് നന്നായി വഴറ്റി മൂപ്പിച്ച് പച്ചമണമൊക്കെ മാറി എടുക്കാം. തക്കാളി ഇടാതെ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 4 തക്കാളി അരിഞ്ഞത്, ഒരു ഇടത്തരം തക്കാളിയാണ്, അതും കൂടെ ഇട്ട് നമുക്ക് വഴറ്റിന്ന് എടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നല്ല വഴന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ഉരുളക്കിഴങ്ങ്, ഇത് ഒരു 1 കിലോ ഉണ്ട്, അതും കൂടെ ഇട്ട് ഇളക്കുവാണ്. ഇതും കൂടെ ഒന്ന് വഴന്ന് വരണം. മൂന്നര കിലോ താറാവിനാണ് 1 കിലോ ഉരുളക്കിഴങ്ങ് ഇട്ടത്. ഇത് വഴന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചെറിയ തീയിൽ മൂടി വെച്ച് ഒന്ന് ചെറിയ മാതിരി ഉരുളക്കിഴങ്ങ് വെന്ത് വരണം, അതിന് മൂടി വെച്ച് വേവിക്കുവാണ്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ എങ്ങനെ ആയിന്ന് നോക്കാം, തുറന്ന് നോക്കാം. നല്ല വഴന്ന് പകുതിയൊക്കെ വെന്തിട്ടുണ്ട്, കളറൊക്കെ വന്നു. ഇനി ഇതിന് വെള്ളമല്ല നമ്മൾ ഒഴിക്കുന്നത്, തേങ്ങയുടെ പാല്, 2ാം പാല്. അതിനകത്ത് കിടന്ന് ഉരുളക്കിഴങ്ങ് കുറച്ച് നേരം വേവണം. എത്ര തേങ്ങ? 1 തേങ്ങയുടെയാണോ 2 തേങ്ങയുടെയോ? 2 തേങ്ങയുടെ പാലാണ്, 2ാം പാലാണ് എടുത്തിരിക്കുന്നത്. നല്ലവണ്ണം ഇളക്കണം, ഇളക്കി യോജിപ്പിച്ച് വേണം മൂടി വെച്ച് വേവിക്കാൻ. ബാക്കി പാലും കൂടെ ഒഴിക്കുവാണ്. ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, പാകത്തിന് ഉപ്പിടുക. ഇടയ്ക്കൊക്കെ തിന്ന് നോക്കുക ഉപ്പ് റെഡി ആയോ എന്ന്. ഉപ്പുണ്ടോ? ഉപ്പൊക്കെ കറക്റ്റാണെന്നാണ് പറഞ്ഞത്. അപ്പം ഇനി ഇത് മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കാം. അടപ്പ് അവിടെ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, വേവൂലെന്ന് തോന്നി. തേങ്ങാപ്പാലിൻ്റെ തന്നെ കപ്പ് കഴുകി ഒഴിച്ചതാണ്, ഇച്ചിരി കുറവാന്ന് തോന്നി. അടപ്പ് വേണ്ടേ? അപ്പോൾ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തോന്ന് നോക്കാം. തിളച്ച് മറിയുന്നുണ്ട്. നല്ല ഉരുളക്കിഴങ്ങൊക്കെ നല്ല വെന്തിട്ടുണ്ട്.
അപ്പോൾ ഞാനതിലേക്ക് ഇതിനകത്തേക്ക് നമ്മുടെ താറാവ് കുക്കറിലടിച്ച് വെന്ത ഇട്ട് ഇനി ഇതിന് അരപ്പൊക്കെ നല്ലോണം പിടിക്കണം. കണ്ടോ? ഇങ്ങനെയാണ് മപ്പാസ് വെക്കുന്നത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കുമെന്നറിയാം, എന്നാലും ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പല രീതിയിലല്ലേ അല്ലേ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഈ മാതിരി എല്ലാവരും ഒന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ പോലെ വെച്ച് നോക്കണം. അടിപൊളിയാണ്. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് കഴുകി. ഇനി ഇത് തിളയ്ക്കണം അല്ലേ? മൂടി വെക്കണോ? മൂടി വെച്ച് നമുക്കൊന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. അപ്പം ഇതിൻ്റെ കൂടത്തിൽ മൂടി വെച്ചില്ലായിരുന്നു കേട്ടോ. ഇത്തിരി ജാതിക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കണം. ഒരു നുള്ള് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തു. നമുക്ക് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് തിളക്കട്ടെ. അപ്പം നമ്മുടെ മപ്പാസിന് കടുക് വറുക്കാൻ വേണ്ടി ഒരു ചട്ടി തീ വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഉള്ളി വഴറ്റിയപ്പോഴൊക്കെ നല്ലപോലെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. തനി നാടൻ വെളിച്ചെണ്ണയാണ്. ഉണ്ടോ? ഇനി ഇതിലേക്ക് അപ്പം നമ്മുടെ എണ്ണ എല്ലാം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി എണ്ണയായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെള്ളത്തോടെ ഇട്ടിട്ടാണ് പൊട്ടുന്നത്. ഇനി എന്താ ഇട്ട് കൊടുക്കണേ? ഉള്ളി. അതാണോ ഇട്ട് കൊടുക്കണേ? മറ്റേത് അരിഞ്ഞതില്ലേ? കുഞ്ഞുള്ളി അരിഞ്ഞതിരിപ്പുണ്ട്. അപ്പോൾ സവോളയാണ് എടുക്കുന്നത്. സവോള വേണേലും കൂട്ടാം കേട്ടോ. നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. ഒരു 5-6 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താറാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഓഫ് ചെയ്ത് എന്ത് സാധനം ഒഴിച്ചേ? ഇതിൻ്റെ കൂട്ടത്തിൽ ആൽമണ്ടും, അതായത് കാഷ്നട്ടും ആൽമണ്ടും കൂടെ അരച്ചു. 1 പാലും കൂടെ കൂട്ടി നമ്മൾ അരച്ചെന്ന് പറയൂ. ഒരു 15 എണ്ണം വീതം അരച്ചിട്ടുണ്ട്. ഇനി 1 പാൽ ഒഴിക്കണം അല്ലേ? 1 പാലും കൂടെ കൂട്ടി മിക്സ് ചെയ്താൽ ഒഴിച്ചത്. നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കടുക് വറുത്തത്, നേരത്തെ നമ്മൾ കടുക് വറുത്ത് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണം. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.